നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമണിയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ജനമനസ്സറിഞ്ഞ് 24-ന്റെ മെഗാ പ്രീപോൾ സർവേ. രണ്ടാം ദിനം പുറത്തുവിട്ട 4 മണ്ഡലങ്ങളിലെ കണക്കുകളിൽ 3 കോൺഗ്രസിനും 1 LDF-നുമാണ് മേൽക്കൈ. ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശാസ്ത്രീയമായി വിലയിരുത്തിയതിന്റെ പിൻബലത്തിലാണ് 24 തെരഞ്ഞെടുപ്പ് സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നത്തെ ലീഡ് സ്റ്റോറി. പിടിതരാത്ത 4 ഇഞ്ചോടിഞ്ച് മണ്ഡലങ്ങൾ, 4 ക്രൂഷ്യൽ മണ്ഡലങ്ങൾ, 4 സൂപ്പർ മണ്ഡലങ്ങൾ. വെൽക്കം ടു 24 ഇലക്ഷൻ അഭിപ്രായ സർവേ, സെക്കൻഡ് റൗണ്ട്, സെക്കൻഡ് ഡേ. കാസർഗോഡ്, കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനം എങ്ങനെ ചിന്തിക്കുന്നുവെന്നാണ് 24 പ്രീപോൾ സർവേ രണ്ടാം ദിവസം അന്വേഷിച്ചത്. കാസർഗോഡ് മണ്ഡലത്തിൽ കാറ്റ് ഇടത്തോട്ടാണ്. ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ 41.9% വോട്ട് നേടി LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ ജയിക്കുമെന്ന് സർവേ. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ 40.3%, NDA സ്ഥാനാർത്ഥി ML അശ്വിനി 16.4% വോട്ട് നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു. മറ്റുള്ളവർ 1.4% വോട്ട് നേടും. കോഴിക്കോടിന്റെ ഖൽബ് ഇത്തവണയും UDF സ്ഥാനാർത്ഥി MV രാഘവനോടൊപ്പമായിരിക്കും. 44.1% വോട്ട് നേടി MK രാഘവൻ 4ാമതും പാർലമെന്റിലെത്തുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. LDF-നു വേണ്ടി എളമരം കരീം 39.5% വോട്ട് നേടും. മുതിർന്ന നേതാവ് MT രമേശിനെ രംഗത്തിറക്കിയെങ്കിലും NDA-ക്ക് ലഭിക്കുക 15.8% വോട്ട് മാത്രമാണെന്ന് പ്രവചനം. ലോക്സഭയിലേക്ക് 4ാം ഊഴം തേടിയിറങ്ങുന്ന ആന്റോ ആന്റണിക്ക് പത്തനംതിട്ടയിൽ മത്സരം കടുക്കും. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കും തമ്മിൽ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം 0.9% മാത്രം. ആന്റോ ആന്റണിക്ക് 38.9% വോട്ടും തോമസ് ഐസക്കിന് 38% വോട്ടും ലഭിക്കുമെന്നാണ് സർവേ ഫലം. NDA-ക്ക് വേണ്ടി അനിൽ ആന്റണി 22.5% വോട്ട് നേടും. കൊല്ലം NK പ്രേമചന്ദ്രനെ കൈവിടില്ല. 44.8% വോട്ട് നേടി UDF സ്ഥാനാർത്ഥി ജയമുറപ്പിക്കും. LDF-ന്റെ M മുകേഷ് 41.1% വോട്ട് നേടുമെന്നും പ്രവചനം. NDA-യുടെ G കൃഷ്ണകുമാർ 13.2% വോട്ട് നേടുമെന്നാണ് പ്രീപോൾ സർവേയിൽ പറയുന്നത്. ഇലക്ഷൻ ഡെസ്ക് 24. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്തും, കുറവ് ആലത്തൂരിലുമാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി നാമനിർദ്ദേശ പത്രിക നൽകിയത് 290 പേർ. സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രിക തള്ളി. 10 പേർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. ഇതോടെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി മത്സരരംഗത്തുള്ളത് 194 സ്ഥാനാർത്ഥികൾ. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്ത് 14 പേരാണ് കോട്ടയത്ത് മത്സരിക്കുന്നത്. കോഴിക്കോട് 13 പേരും കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ 12 സ്ഥാനാർത്ഥികൾ വീതവും മത്സരരംഗത്തുണ്ട്. കാസർഗോഡ് 9, വടകര 10, വയനാട് 9, മലപ്പുറം, പൊന്നാനി 8 വീതം, പാലക്കാട് 10, തൃശൂർ 9, ചാലക്കുടി 11, എറണാകുളം 10, ഇടുക്കി 7, ആലപ്പുഴ 11, മാവേലിക്കര 9, പത്തനംതിട്ട 8, ആറ്റിങ്ങൽ 7, ആലത്തൂർ 5 എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ എണ്ണം. 14 മണ്ഡലങ്ങളിലായി 25 വനിതാ സ്ഥാനാർത്ഥികളുണ്ട്. കണ്ണൂർ, മലപ്പുറം, തൃശൂർ, കോട്ടയം, മാവേലിക്കര, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വനിതാ സ്ഥാനാർത്ഥികളില്ല. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ വരണാധികാരികൾ ഓരോരുത്തർക്കുമുള്ള ചിഹ്നം അനുവദിച്ചു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കേരളത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ റമദാൻ വിഷു ചന്തകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ല. ഇത്തവണ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസകരമാകേണ്ട കാര്യം ഇല്ലാതാക്കിയെന്ന് മന്ത്രി VN വാസവൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി നാളെ പരിഗണിക്കും. തൃശൂരിലെ CPIM ബാങ്ക് അക്കൗണ്ടുകളിൽ 99% രഹസ്യമായവയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കരുവന്നൂരിന് സമാനമായി കേരളത്തിലെ 12 ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടന്നു എന്നാണ് കണ്ടെത്തൽ. ഈ ബാങ്കുകളുടെ പട്ടിക ED ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED നൽകിയ കത്തിന്റെ വിവരങ്ങൾ 24-ന് ലഭിച്ചു. തൃശൂർ ജില്ലയിൽ മാത്രം CPIM-ന് 81-ലധികം അക്കൗണ്ടുകളുണ്ട്. ഇതിൽ 99% വെളിപ്പെടുത്താത്തവയാണെന്ന് ED.
തൃശൂരിൽ 90-ലധികം ഇടങ്ങളിൽ പാർട്ടിക്ക് വസ്തുവകകളുണ്ട്. ഈ വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിനെ കൂടാതെ നയപരമായ കാര്യങ്ങളും വായ്പ അനുവദിക്കലും നിയന്ത്രിക്കുന്നത് CPIM-ന്റെ രാഷ്ട്രീയ ഉപസമിതിയും പാർലമെന്ററി കമ്മിറ്റിയുമാണെന്നും ED റിപ്പോർട്ടിൽ പറയുന്നു. അതിനായി പ്രത്യേക മിനിറ്റ് ബുക്ക് സൂക്ഷിച്ചിരുന്നു. CPIM-ലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം വിവിധ ആളുകൾക്ക് അനധികൃത വായ്പ അനുവദിച്ചതായും അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും ED നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ മറ്റു 12 ബാങ്കുകളിൽ കൂടി കരുവന്നൂരിന് സമാനമായ തട്ടിപ്പ് നടന്നു. ഈ ബാങ്കുകളുടെ പട്ടിക ഉൾപ്പെടെ ചേർത്താണ് കത്ത്. CPIM-ന്റെ വെളിപ്പെടുത്താത്തതായി ED കണ്ടെത്തിയ അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. അസ്വാഭാവിക ഇടപാട് കണ്ടെത്തിയാൽ ഉടൻ നടപടിക്കാണ് നീക്കം. ബാങ്ക് അക്കൗണ്ട് നോക്കിയല്ല CPIM-ന്റെ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാട്ടുകാർ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തരിക, അതിൽ ധാരാളം പൈസയും നാട്ടുകാർ തരും. തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിനുള്ള ചിലവൊക്കെ നാട്ടുകാർ തരുന്ന പൈസയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിറവേറ്റി പോകുന്നത്. അങ്ങനെ നടത്തുന്നൊരു പാർട്ടിയെ, അവിടുത്തെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാം ഇതുകൊണ്ട് എന്ന് BJP കരുതിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അബദ്ധമായിപ്പോയി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ EDയും ആദായനികുതി വകുപ്പും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നുവെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും മുൻ MP PK ബിജുവിനെയും ED വീണ്ടും ചോദ്യം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടുകളെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് വർഗീസ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്നതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയണം. ഇല്ലാത്ത കാര്യം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കൈവശം ഇല്ലാത്ത രേഖകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികളുടെ നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം CPIM ആരംഭിച്ചു. പ്രാദേശിക തലത്തിൽ പ്രതിഷേധം ശക്തമാക്കാനും തീരുമാനമുണ്ട്. EDക്ക് പിന്നാലെ പാർട്ടി അക്കൗണ്ടുകളിൽ മേൽ ആദായനികുതി വകുപ്പും പിടിമുറുക്കുകയാണ്. ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ ആദായനികുതി വകുപ്പ് പരിശോധിക്കും. വീഴ്ച കണ്ടെത്തിയാൽ ഉടൻ നടപടിക്ക് തന്നെയാണ് സാധ്യത. വിനീത VG 24 കൊച്ചി. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിനെതിരായ ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ആദായ നികുതി വകുപ്പിന്റേത് ക്രമവിരുദ്ധവും അപലപനീയവുമായ നടപടിയെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. LDF-നെതിരെയുള്ള മോദി സർക്കാരിന്റെ രാഷ്ട്രീയ പ്രേരിതമായ ആസൂത്രിത നീക്കമാണ് നടപടിക്ക് പിന്നിലെന്നും ആരോപണം. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് സുപ്രീംകോടതി നൽകിയ ഉറപ്പിന് വിരുദ്ധമായാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടിയെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാനൂർ സ്ഫോടനത്തിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകന് സംരക്ഷണം തീർത്ത CPIM. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളെന്ന് MV ഗോവിന്ദൻ ന്യായീകരിച്ചു. CPIM-ന് ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാനൂർ സ്ഫോടനക്കേസ് NIA അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പാനൂർ സ്ഫോടനക്കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു രക്ഷാപ്രവർത്തനത്തിന് സ്ഥലത്തെത്തിയതെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ഞാൻ ഇന്ന് രാവിലെ തന്നെ അന്വേഷിച്ചു എന്താ പ്രശ്നം. ഇവര് ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. സ്ഫോടനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികളുണ്ട്. കേസ് NIA അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ബോംബ് ഉണ്ടാക്കിയത് CPM, ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചത് CPM-കാരൻ, പരിക്കേറ്റത് CPM-കാരൻ, ആശുപത്രിയിൽ കൊണ്ടുപോയത് CPM-കാര്, മരിച്ചവരുടെ ശവസംസ്കാരത്തിന് പോയത് CPM നേതാക്കൾ. പിന്നെ ഇതിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത്? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയാണ് ഞങ്ങൾക്കൊരു ബന്ധമില്ല. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. ബോംബ് നിർമ്മിച്ചവരെ പാർട്ടി മുൻപേ തള്ളിക്കളഞ്ഞവരായിരുന്നുവെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. പാനൂർ സ്ഫോടനക്കേസിലെ പ്രതികളുമായി ബന്ധമില്ലെന്ന CPIM വാദം പൊളിയുന്നു. മുഖ്യപ്രതിയടക്കം 4 പേർ ഡിവൈഎഫ്ഐ ഭാരവാഹികളാണ്. തെറ്റുകാരെന്ന് വ്യക്തമായാൽ സംരക്ഷിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചു. അതേസമയം ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കുടിപ്പകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ എന്നാണ് പ്രതികളുടെ മൊഴി. പാനൂർ സ്ഫോടനക്കേസിൽ ഇതുവരെ അറസ്റ്റിലായ 6 പേരിൽ 3 പേരും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ. മീത്തലക്കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു, കടുങ്ങാപ്പൊയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സായുജ്, മീത്തലക്കുന്നോത്തുപറമ്പ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അതുൽ എന്നിവർക്കാണ് ഡിവൈഎഫ്ഐ ഭാരവാഹിത്വമുള്ളത്. മേഖലയിലെ CPIM റെഡ് വോളണ്ടിയർ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ്
അമൽ ബാബു. ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ ആസൂത്രകനെന്ന് പോലീസ് സംശയിക്കുന്ന ഷിജാൽ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇയാളെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള അശ്വന്ത് CITU കല്ലിക്കണ്ടി യൂണിറ്റ് ഭാരവാഹിയാണ്. അറസ്റ്റിലായവരിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികളുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജും സ്ഥിരീകരിക്കുന്നു. തെറ്റുകാരെന്ന് തെളിഞ്ഞാൽ സംഘടന സംരക്ഷിക്കില്ലെന്നും VK സനോജ്. ഉത്തരവാദിത്തപ്പെട്ട ഡിവൈഎഫ്ഐയുടെ ആ പ്രദേശത്തെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അവിടെ അങ്ങനൊരു സംഭവം നടന്നപ്പോൾ ധാരാളം ആളുകൾ അവിടെ എത്തി. ആ കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ആ പ്രദേശത്തെ പ്രാദേശികമായ ചില നേതൃനിലയിൽപ്പെട്ട ആളുകളും എത്തിയിട്ടുണ്ട്. 2 ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കുടിപ്പകയുടെ ഭാഗമായാണ് ബോംബ് നിർമ്മിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷാണ് മൂളിയത്തോട് സംഘത്തെ നയിച്ചത്. ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ സംഘർഷം പക വർദ്ധിപ്പിച്ചു. എതിർ ഗ്യാങ്ങിനെ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചത്. ബോംബ് നിർമ്മാണത്തിന് രാഷ്ട്രീയ ബന്ധമില്ലെന്നും മൊഴികളിൽ പറയുന്നു. അറസ്റ്റിലായ എല്ലാവർക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. 2ാം ഗ്യാങ്ങിന്റെ തലവൻ ദേവാനന്ദിനെതിരെ കാപ്പ ചുമത്താൻ പോലീസ് ശുപാർശ നൽകിയിട്ടുണ്ട്. 24 കണ്ണൂർ. വിവാദ ചിത്രം ദ കേരള സ്റ്റോറി വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത ബോധവൽക്കരണത്തിന്റെ ഭാഗം എന്നാണ് വിശദീകരണം. സിനിമ ആര് പ്രദർശിപ്പിച്ചാലും അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹം അംഗീകരിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. വിവാദമായ ദ കേരള സ്റ്റോറിക്കെതിരെ സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം രംഗത്ത് വരുന്നതിനിടെയാണ് ചിത്രം ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചത്. 10 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു പ്രദർശനം. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ സിനിമ കാണിച്ചതെന്നാണ് രൂപതയുടെ വിശദീകരണം. ഈ പ്രണയക്കുരുക്കിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അങ്ങനെ വീണു പോകരുത്. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് ഉണ്ട്. അതിൽ വർഗീയത കലർത്തുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ് ഇടുക്കി രൂപതയുടെ നിലപാട്. ഒരു രീതി ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിന്റെ അകത്ത് ഒരു മതത്തെ കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ധ്വനി നമ്മൾ കൊടുത്തിട്ടില്ല. ഇടുക്കി രൂപതയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കേരളത്തിൽ നടന്നിട്ടില്ലാത്ത സംഭവങ്ങളാണ് സിനിമയിലുള്ളതെന്നും കേരളത്തെ അപമാനിക്കുന്നതാണ് സിനിമയുടെ പ്രമേയമെന്നും VD സതീശൻ. അതൊരു തെറ്റായ സമീപനമാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതൊരു ശരിയായ കഥയല്ല. അത് കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. സിനിമയുടെ പ്രദർശനം ക്രൈസ്തവ സമൂഹം അത് അംഗീകരിച്ചതിന്റെ തെളിവാണെന്ന് K സുരേന്ദ്രൻ. ജനങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണല്ലോ അത്. UDFും LDFും എത്രമാത്രം ബഹളം വെച്ചിട്ടും ക്രൈസ്തവ സമൂഹം അടക്കം ആ സിനിമയെ അംഗീകരിച്ചു. ദ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തതും വിവാദമായിരുന്നു. സംസ്ഥാനത്തെയും ഒരു പ്രത്യേക വിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കുന്നുവെന്നാണ് ചിത്രത്തെക്കുറിച്ചുള്ള ആക്ഷേപം. 24 ഇടുക്കി. സൗദി അറേബ്യയിൽ ചെറിയ പെരുന്നാൾ ബുധനാഴ്ചയായിരിക്കുമെന്ന് ഇപ്പോൾ ജലീൽ കണ്ണമംഗലം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് മാസപ്പിറവി കണ്ടില്ല. നാളെ റമദാൻ 30 പൂർത്തിയാക്കുമെന്നാണ് ജലീൽ കണ്ണമംഗലം റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നാളെ നിർണായകം. മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി പറയും. ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മ നാളെ ഉച്ചയ്ക്ക് 2:30ക്കാണ് കേസിൽ വിധി പറയുക. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാന വാദം. തനിക്കെതിരെ നിലവിൽ തെളിവുകളില്ലെന്നും അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് ED തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. വിവാദമായ മദ്യനയ രൂപീകരണത്തിൽ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണെന്നാണ് EDയുടെ വാദം. അരവിന്ദ് കെജ്രിവാൾ തുടർച്ചയായി സമൻസുകൾ അവഗണിച്ചെന്നും അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും ED കോടതിയിൽ വാദിച്ചു. ശക്തമായ വാദപ്രതിവാദങ്ങൾ കേട്ട ശേഷമാണ് കേസ് വിധി പറയാൻ മാറ്റിയത്. ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മ നാളെ ഉച്ചയ്ക്ക് 2:30ക്ക് വിധി പറയും. ആഴ്ചയിൽ 5 തവണ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ അനുമതി നൽകണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ റൌസ് അവന്യൂ കോടതിയും നാളെ വിധി പറയും. കേസിൽ ഇടക്കാല ജാമ്യം തേടി വിചാരണ കോടതിയെ സമീപിച്ച BRS നേതാവ് K കവിതയ്ക്ക് തിരിച്ചടി നേരിട്ടു. കവിത തെളിവ് നശിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ED ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു. മകന് പരീക്ഷയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കവിത ജാമ്യം ആവശ്യപ്പെട്ടത്. ഇത് മതിയായ കാരണമല്ലെന്ന് വിലയിരുത്തിയ വിചാരണ കോടതി ജഡ്ജി കാവേരി ബവേജ ഹർജി തള്ളി. 24 ഡൽഹി. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ നാടകീയ പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ്. കേന്ദ്ര ഏജൻസി തലവന്മാരെ ഉടൻ മാറ്റണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഡെറിക് ഒബ്രിയൻ അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഈസ്റ്റ് മിഡ്നാപൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ NIA നടപടിയുടെ പശ്ചാത്തലത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നാടകീയ പ്രതിഷേധം. ക്രമസമാധാനം സംസ്ഥാന വിഷയമാണെന്നിരിക്കെ പോലീസിനെ പോലും അറിയിക്കാതെയാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് തേരോട്ടം നടത്തുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. The basic structure of our constitution demands a level playing field during elections
and that is what in the general elections of 2024 is in grave danger. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകിയ തൃണമൂൽ നേതാക്കൾ കമ്മീഷൻ ആസ്ഥാനത്തിന് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കേന്ദ്ര ഏജൻസികളുടെ തലവന്മാരെ ഉടൻ മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. നീക്കം ചെയ്യാൻ പോലീസ് എത്തിയതോടെ സംഘർഷമുണ്ടായി. സഗരിക ഘോഷ്, ദോള സെൻ തുടങ്ങിയ വനിതാ എംപിമാർ അടക്കമുള്ള തൃണമൂൽ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കണ്ണൂരിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ UDF സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പേര് മാറ്റിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിക്കും. കെ സുധാകരൻ സൺ ഓഫ് രാമുണ്ണി വി എന്നാണ് പേര് നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൌളിനെ കെ സുധാകരൻ എതിർപ്പ് അറിയിച്ചു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് UDF തർക്കം ഉന്നയിച്ചത്. സ്ഥാനാർത്ഥി പട്ടികയിൽ കെ സുധാകരന്റെ അതേ പേരിൽ 2 അപരന്മാർ കൂടി മത്സര രംഗത്തുണ്ട്. ഇത് പരിഗണിച്ചാണ് കെ സുധാകരൻ സൺ ഓഫ് രാമനുണ്ണി വി എന്ന വോട്ടിംഗ് യന്ത്രത്തിൽ പേര് ചേർത്തത്. അതായത് സ്ഥാനാർത്ഥിയുടെ പിതാവിന്റെ പേര് കൂടിയും കൂട്ടിച്ചേർത്താണ് ഈ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയത്. ഇത് പക്ഷേ കെ സുധാകരൻ എന്ന പേരാണ് മുൻകാലങ്ങളിലെല്ലാം പതിവായി ഉപയോഗിച്ചു പോന്നിരുന്നത്. ഇത് പിതാവിന്റെ പേര് കൂടി കൂട്ടിച്ചേർത്തത് വോട്ടർമാരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്ന വിമർശനമാണ് പ്രധാനമായും UDFന് ഉണ്ടായിരുന്നത്. പിന്നാലെ കെ സുധാകരൻ ഇത് സംബന്ധിച്ച പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൌളുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പേര് കെ സുധാകരൻ എന്ന് തന്നെ നിലനിർത്തും എന്ന ഉറപ്പ് സ്ഥാനാർത്ഥിക്ക് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വരണാധികാരിക്ക് നിർദ്ദേശം നൽകാം എന്ന ഉറപ്പ് നൽകി എന്നാണ് ഇപ്പോൾ UDF നേതൃത്വം അറിയിക്കുന്നത്. ഇതോടുകൂടി ആ ഉറപ്പ് ലഭിച്ചതോടുകൂടി ഇതിൽ തൃപ്തരാണ് എന്നാണ് ഇപ്പോൾ UDF ജില്ലാ ഇലക്ഷൻ മണ്ഡലത്തെ ഇലക്ഷൻ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുള്ള നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതേ പേര് തന്നെ നിലനിർത്തുവന്നതായിരുന്നു. നേരത്തെ ഈ 12 പേരുടെ സ്ഥാനാർത്ഥി പട്ടികകൾ, ആകെ 12 സ്ഥാനാർത്ഥികളാണ് പട്ടികയിൽ അന്തിമ പട്ടികയിലുള്ളത്. അതായത് പിന്മാറ്റം ഒക്കെ ശേഷം 12 പേരാണ് മത്സര രംഗത്ത് നിലനിന്നത്. സജു, അക്കാര്യത്തിൽ തീരുമാനമുണ്ടായിരിക്കും. സജു, ഇപ്പോൾ മറ്റൊരു വിഷയത്തിൽ ഒരു വാർത്ത കൂടി ഉണ്ടല്ലോ. ഈ പാനൂർ സ്ഫോടനത്തിന് മുഖ്യ സൂത്രധാരൻ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അതിന്റെ വിശദാംശങ്ങൾ കൂടി സജോ. പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ പിടിയിലായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നത്. പ്രതികൾക്ക് ഡിവൈഎഫ്ഐ ബന്ധം, അത് UDF രാഷ്ട്രീയ ആയുധമാക്കുക കൂടി ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ബന്ധവുമില്ല എന്ന് CPIM വിശദീകരിക്കുന്നുണ്ട്. സജോ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, ഇപ്പോൾ പാനൂർ സ്ഫോടനത്തിൽ മുഖ്യ സൂത്രധാരൻ പിടിയിലായിരിക്കുകയാണല്ലോ. പാനൂർ സ്ഫോടനത്തിലെ മുഖ്യ ആസൂത്രകൻ എന്ന് പോലീസ് കണ്ടെത്തിയ ഡിവൈഎഫ്ഐയുടെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ് കുന്നോത്തുപറമ്പ് സ്വദേശിയായ ഷിജാലിനെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഉദുമൽപേട്ടയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഷിജാലിന്റെ ഈ സംഭവത്തിലെ സാന്നിധ്യം, ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാന്നിധ്യം, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ആസൂത്രണം നടത്തിയതും ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയതും ഷിജാലാണ് എന്നതാണ് പ്രധാനപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പക്ഷേ ഇദ്ദേഹം അതിന് പിന്നാലെ തന്നെ ഒളിവിൽ പോവുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയാണ് അന്വേഷണ സംഘം പ്രത്യേക സംഘത്തെ അയച്ച് ഇയാളെ ഉദുമൽപേട്ടയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇയാളോടൊപ്പം സഹായിയായി ഉണ്ടായിരുന്ന അക്ഷയ് എന്ന ആളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അക്ഷയുടെ കേസിലെ പങ്കാളിത്തം സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. കൂടുതൽ പേരുടെ പങ്കാളിത്തം കേസിൽ എന്തായാലും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇതോടുകൂടി ആദ്യഘട്ട പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളെല്ലാം പിടിയിലായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരു ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന യൂണിറ്റ് ഭാരവാഹിത്വം വഹിക്കുന്ന ആൾ കൂടിയാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ശരി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്. വിഷുവിനോടനുബന്ധിച്ച് ബംഗളൂരുവിലേക്കും മുംബൈയിലേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. റെയിൽവേ കൊച്ചുവേളി ബംഗളൂരു സർവീസ് മെയ് 28 വരെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടായിരിക്കും. വിശദാംശങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത്. ജയശങ്കർ, വിവരങ്ങൾ. അതായത് വിഷുവുമായി ബന്ധപ്പെട്ടാണ് റെയിൽവേ സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ചത്. മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം. ബംഗളൂരുവിലേക്കും മുംബൈയിലേക്കുമാണ് സർവീസുകൾ. ബംഗളൂരുവിൽ നിന്ന് കൊച്ചുവേളിയിലേക്കാണ് ട്രെയിൻ ഉള്ളത്.
ഈ ട്രെയിൻ 6:05 പുറപ്പെടുന്ന രീതിയിലാണ് സർവീസ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ബംഗളൂരു കൊച്ചുവേളി സർവീസുകൾ ഉണ്ടാകും. നാളെ മുതലാണ് 28 വരെയാണ് ബംഗളൂരു കൊച്ചുവേളി സർവീസുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ കൊച്ചുവേളിയിൽ നിന്ന് ലോക്മാന്യ തിലകിലേക്കും മുംബൈയിലേക്കും സർവീസുകൾ ഉണ്ട്. ഈ സർവീസുകൾ ശനിയാഴ്ചകളിലാണ്. നാളെ മുതൽ 13 മുതൽ ജൂൺ 8 വരെയാണ് ഈ സർവീസുകൾ. AV ജയശങ്കർ, തിരുവനന്തപുരത്ത്. വാർത്താമഴയിലേക്ക് തിരികെ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനം കടുത്ത വേനലിൽ പല ജില്ലകളും ചുട്ടുപൊള്ളുന്നു. പാലക്കാട് ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കൊല്ലത്ത് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തിയേക്കും. കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. വേനൽ മഴയുടെ പശ്ചാത്തലത്തിൽ രാത്രികാല ചൂട് കുറയുമെന്നും എന്നാൽ അത്യുഷ്ണം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയേറെയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24-നോട് പറഞ്ഞു. ചൂട് ഇനിയും വർദ്ധിക്കുമോ എന്ന ചോദ്യത്തിന് ആദ്യത്തെ മറുപടി, നമ്മൾക്ക് ഈ ദിവസം മുതൽ അങ്ങോട്ടുള്ള കുറച്ച് ദിവസം വേനൽ മഴയുടെ സാധ്യതയുണ്ട്. വേനൽ മഴ ചൂട്, രാത്രികാല ചൂട് കുറയ്ക്കുന്നതിന് സഹായകരമാകും. പക്ഷേ ഉഷ്ണം വർദ്ധിക്കും. അപ്പം നമ്മൾ മലയാളികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ചൂടിനേക്കാൾ ഉഷ്ണമാണ്. ഉഷ്ണം എന്ന സ്ഥിതിവിശേഷം കൂടി തന്നെ നിൽക്കും. മനുഷ്യനെന്ന നിലയിൽ സ്വയം പ്രതിരോധിക്കാവുന്ന ഒരു ഉഷ്ണ സ്ഥിതിയുണ്ട്. അതിനെ അധികരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഉദാഹരണത്തിന് ഇന്ന് കൊല്ലത്തും പാലക്കാടും 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് വർദ്ധിക്കാം എന്ന മുന്നറിയിപ്പുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ ലഭിച്ചേക്കും. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം. ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിനായി കാത്തിരിക്കുകയാണ് ലോകം. വടക്കേ അമേരിക്കയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമേ ഇന്ന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നേരിട്ട് കാണാൻ കഴിയുകയുള്ളൂ എങ്കിലും നാസയുടെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ലോകത്തിന് മുഴുവൻ അത് ദൃശ്യമാകും. അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിനായി കാത്തിരിക്കുകയാണ് ലോകം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 9:13 മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ 2:22 വരെയാണ് സൂര്യഗ്രഹണം. വടക്കേ അമേരിക്കയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമേ സൂര്യഗ്രഹണം നേരിട്ട് ദൃശ്യമാകുകയുള്ളൂവെങ്കിലും നാസയുടെ യൂട്യൂബ് ചാനലിലൂടെയും വെബ്സൈറ്റിലൂടെയും ഓൺലൈൻ സ്ട്രീമിംഗിലൂടെ ലോകത്തിന് ലൈവായി കാണാനാകും. സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്നതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം. സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ അമേരിക്കയിലേക്ക് 40 ലക്ഷം സന്ദർശകർ എത്തിക്കഴിഞ്ഞു. വിനോദസഞ്ചാര മേഖലയിൽ $100 കോടി വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഗ്രഹണ സമയത്ത് വടക്കേ അമേരിക്കയിലെ ചില പ്രദേശങ്ങൾ 4 മിനിറ്റ് നേരത്തേക്ക് സമ്പൂർണ്ണ ഇരുട്ടിലാകും. ഇത്തവണത്തെ സൂര്യഗ്രഹണത്തോടൊപ്പം ഡെവിൾസ് കോമറ്റ് എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രവും ദൃശ്യമായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. റിസർച്ച് ഡെസ്ക് 24. വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം.